സർക്കാരിന് നെല്ല് നൽകിയ കർഷകന് ഓണത്തിനും പണമില്ല. കഴിഞ്ഞ രണ്ടാം വിള നെൽകൃഷിയുടെ നെല്ല് കർഷകർ അളന്നത് നെല്ലളന്ന ഉടനെ പണം കിട്ടും, അല്ലെങ്കിൽ വിഷുവിനെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷയോടെയായിരുന്നു. എന്നാൽ വിഷുവും കഴിഞ്ഞു, സംക്രാന്തിയും കഴിഞ്ഞു, ചിങ്ങമാസം 1-ാം തീയതിയും കഴിഞ്ഞ് ഓണം എത്തിയിട്ടും പണം മാത്രം എത്തിയില്ല. സംസ്ഥാന സർക്കാർ അനുവദിച്ച 180 കോടി രൂപ ബാങ്കുകൾ വിതരണം ചെയ്തു കഴിഞ്ഞതോടെ നെല്ലുവില വിതരണം ബാങ്കുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. കേന്ദ്രത്തിന്റെ വിഹിതമായ 200 കോടി രൂപ ഉടൻ ലഭിക്കുമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. കേന്ദ്രവിഹിതം ലഭിച്ച ഉടനെ വില വിതരണം പുനരാരംഭിക്കാൻ കഴിയും. ഈ പണം വന്നാൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഓണത്തിനു മുൻപ് മുഴുവൻ കർഷകർക്കും നെല്ലുവില നൽകാൻ കഴിയില്ല. ഓണത്തിനു മുൻപ് മുഴുവൻ കർഷകർക്കും പണം നൽകുമെന്നാണ് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകിയത്. സംസ്ഥാന വിഹിതം മാത്രം ഉപയോഗിച്ചാണ് ഇതുവരെയുള്ള നെല്ലുവില നൽകിയത്. ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചാലുടൻ കേന്ദ്രം താങ്ങുവില വിഹിതം ലഭ്യമാക്കുമെന്നാണ് അറിയിപ്പ്. കേന്ദ്രവിഹിതത്തിൽ നിന്ന് ഒരു ഗഡുവെങ്കിലും ലഭ്യമാക്കാൻ മന്ത്രിതലത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഉടനെ 200 കോടി രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ മുഴുവൻ കർഷകർക്കും സംഭരണവില നൽകാൻ കഴിയൂ. ഒക്ടോബർ-നവംബർ മാസത്തോടെയാണ് കഴിഞ്ഞ രണ്ടാം വിളയിറക്കൽ തുടങ്ങിയത്. ഒക്ടോബർ മാസം പണം ചെലവഴിച്ച് കർഷകൻ വിളവിറക്കിയ വിള ഫെബ്രുവരി-മാർച്ച് മാസത്തോടെ കൊയ്തെടുത്തു. മാർച്ച് മാസത്തിലും ഏപ്രിൽ ആദ്യത്തോടെയും തന്നെ മുഴുവൻ കർഷകരും നെല്ല് സപ്ലൈകോയ്ക്ക് അളന്നു. മാസം 5 കഴിഞ്ഞിട്ടും അളന്ന നെല്ലിന്റെ വില ലഭിച്ചിട്ടില്ല. മുടക്കിയ പണത്തിന്റെ കണക്ക് നോക്കിയാൽ 10 മാസം മുൻപ് വിളവിറക്കാൻ ചെലവഴിച്ച പണം പോലും ലഭിക്കാതെ കർഷകർ നട്ടം തിരിയുകയാണ്. കഴിഞ്ഞ രണ്ടാം വിള നെല്ലിന്റെ പണം ലഭിക്കാത്തതിനാൽ ഇക്കൊല്ലത്തെ 1-ാം നെൽകൃഷി ഇറക്കാനും പരിചരിക്കാനും കർഷകർ ഏറെ പ്രയാസപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധി കാരണം മിക്ക കർഷകരും പരിചരണം നാമമാത്രമാക്കിയത് ഉൽപാദനത്തെ ദോഷകരമായി ബാധിക്കും. അധ്വാനിച്ച് പണം മുടക്കി ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം, അതും ഭക്ഷ്യ ഉൽപ്പന്നം, വിപണനം നടത്തി 6 മാസം കഴിഞ്ഞിട്ടും വിൽപ്പന നടത്തിയ ഉൽപ്പന്നത്തിന്റെ പണം ലഭിക്കാത്ത ഏക ഉൽപാദന വിപണന മേഖല കേരളത്തിലെ കാർഷിക മേഖല മാത്രമാണ്. കാർഷിക ഉത്സവങ്ങളായ ചിങ്ങം 1-ാം തീയതിയും ഓണവും ആഘോഷിക്കാൻ സർക്കാർ കോടികൾ ചിലവാക്കുന്നു. എന്നാൽ ചിങ്ങം 1-ഉം ഓണവും ആഘോഷിക്കേണ്ട കർഷകർ കടം കയറിയ നിലയിലാണ്. UTV ന്യൂസ്, പാലക്കാട്.